സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ജീനിയസ് കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മുടെ സീസൺ 2 ഇന്ന് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്നുള്ള ഫിസിക്സിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇതൊരു ഈസി ചാപ്റ്ററാണ്. +2 ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ്. അതായത് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താ എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ വേവ് പാർട്ടിക്കിൾ നേച്ചറുകൾ, അതിൽ മെയിനായിട്ട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഇതിന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തൊട്ട് മുന്നേ കഴിഞ്ഞ JEE അതായത് JEE 2023 സെഷൻ 1 ഏകദേശം ഇതിന്ന് 13ഓളം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ന്യൂമറിക്കൽസ് ഉണ്ട്, പക്ഷേ കൂടുതലും MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള 13 ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് 10 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കുറഞ്ഞതൊക്കെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്ന ഭാഗവും. അപ്പോൾ എനിവേ അങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നത് 2013 സെഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സെഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ അതേ ട്രെൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റ് ചില ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യും. എനിവേ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ആദ്യം അത് ക്യാച്ച് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എനിവേ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് ബേസിക്കലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉള്ളത് എന്താണ്? ദിസ് ഈസ് ആൻ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇവിടെ ഫോട്ടോണുകളാണ് എന്ത് ചെയ്യുന്നത്? വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഫോട്ടോണുകൾ വന്ന് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആരാണ് ഇജക്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണുകളാണ് ഇജക്റ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഇജക്റ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ഇജക്റ്റിംഗ് ഫ്രം സം മെറ്റാലിക് സർഫസ്. ഈ മെറ്റാലിക് സർഫസിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ബേസിക്കലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. വെറുതെ ഇങ്ങനെ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇലക്ട്രോണുകൾ ഇനീഷ്യലി ഇവിടെ എന്താ, ഇത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അതുമായിട്ട് വെരി ക്ലോസ് ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇലക്ട്രോൺസ്. നൗ ആ ഇലക്ട്രോൺസിനെ ആ മെറ്റലിൽ നിന്നും പുറത്തേക്ക് ചാടിക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ഇവിടെയുള്ള ബൗണ്ട് സ്റ്റേറ്റ് എനർജി, അതായത് ഇവിടെ ബൗണ്ട് ചെയ്തിരിക്കുന്ന എനർജി, അത്ര എനർജി ഞാൻ കൊടുത്താലല്ലേ ഇത് ഇങ്ങോട്ട് ചാടി വരുള്ളൂ. ഇനി അതിനേക്കാളിലും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ചാടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടാകും, ഇലക്ട്രോണുകളിൽ നിന്ന് പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോൺ? ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇറ്റ്സ് എ പാക്കറ്റ് ഓഫ് എനർജി. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയധികം ഫോട്ടോണുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പാക്കറ്റ്സ് ഓഫ് എനർജീസ് വരുന്നുണ്ടെന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ടേമുകളുണ്ട്. ഒന്ന് അതിൻ്റെ ഫ്രീക്വൻസി ആണ്, രണ്ടാമതായിട്ടുള്ളത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. വാട്ട് ഈസ് ഫ്രീക്വൻസി വേഴ്സസ് ഇൻറ്റൻസിറ്റി? അതായത് ഇവിടെ എപ്പോഴും നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയുടെയും കാര്യങ്ങൾ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ദ ഫ്രീക്വൻസി വേവ് ലെങ്ത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവമാണ് ഫ്രീക്വൻസി. E = എന്താണ്? hν എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർ യു ക്യാൻ ഓൾസോ സേ ദാറ്റ് E = hc/λ. ഓർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ടാകും. ഇൻറ്റൻസിറ്റിയെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? I എന്നായിരുന്നു. ഇൻറ്റൻസിറ്റി വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എനിവേ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആക്ച്വലി നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ഇൻറ്റൻസിറ്റി കൂട്ടി എന്ന് വെച്ചാൽ അതിനർത്ഥം അവിടെ എന്ത് കൂടി എന്നുള്ളതാണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടി എന്നാണ്. അതേപോലെ തന്നെ ഫ്രീക്വൻസി കൂട്ടി എന്ന് പറഞ്ഞാൽ വരുന്ന ആളെ എനർജി കൂടിയെന്നാണ്, അല്ലാണ്ട് ഒരിക്കലും അവിടെ നമ്പർ കൂടിയെന്നല്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇനീഷ്യലി ഈ ഒരു പ്ലേറ്റിലേക്ക് എത്ര ആളുകൾ വരുന്നുണ്ട്? 1 2 3 4 5 5 ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ ഓരോ ആളുടെയും എനർജി എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്നിരിക്കട്ടെ. എല്ലാവരെയും എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എല്ലാവരെയും എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ 5 ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഈ മെറ്റാലിക് സർഫസിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നൗ വാട്ട്? ഞാൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്.
ഈ വരുന്ന ആളുകളെ ഇൻറ്റൻസിറ്റി കൂട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 5 ഉള്ളത് എത്ര ആയിട്ടുണ്ടാകും? 6, 7, 8 ആയിട്ടുണ്ടാകും. വിച്ച് മീൻസ് നമ്പർ അവിടെ കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം. നൗ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകളെ എനർജി കൂടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ വരുന്ന ആളുകളുടെ എനർജി ഇനീഷ്യലി എത്രയായിരുന്നു? 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞാൽ മേ ബി 5 ഉള്ളത് എത്ര ആകും? 10, 15 എത്രയാണോ നമ്മൾ കൂട്ടിയിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകും. എനിവേ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ഇക്വേഷനും എന്നിട്ട് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ആളെ എനർജി നമുക്ക് എന്തായിട്ട് എടുക്കുകയാണ്? E = hν ആയിട്ട് എടുക്കുകയാണ്. ബേസിക്കലി അതിൻ്റെ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആണെന്നിരിക്കട്ടെ. നൗ ആ hν ആർക്കാണ് ബേസിക്കലി കൊടുക്കുന്നത്? ഇവിടെ വന്നിട്ട് ഈ ഒരു സാധനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് ഫൈ എന്ന് വിളിക്കുന്നത്, അതായത് എൻ്റെ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഓർ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറയാറുണ്ട്. അതായത് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി ദാറ്റ് ഗിവൺ ടു ദ ഇലക്ട്രോൺ ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദ മെറ്റൽ. അതായത് ഈ മെറ്റലിൽ നിന്നും അതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിക്ക് വിളിക്കുന്ന പേരാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. വളരെ സിമ്പിൾ. അപ്പോൾ എൻ്റെ hν എന്ന് പറയുന്ന എനർജി ഒരു പാർട്ട് ആർക്കാ യൂസ് ചെയ്യുന്നത്? hν എന്ന് പറയുന്നത് ഫൈ ആയിട്ട് മാറുന്നുണ്ട്, കുറച്ച് ഫൈക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി ആരായിരിക്കും? ബാക്കിയുള്ളത് ഇയാളെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്, കാരണം കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതി കൂടെ മൈ ഇൻസിഡൻറ്റ് എനർജി hν = ഫൈ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എനിക്ക് എഴുതി കൂടെ കൂളായിട്ട്. അതായത് ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ, ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ വർക്ക് ഫംഗ്ഷനും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, കാരണം ഇത് വെച്ചിട്ടാണ് കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് hν ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? hν' ആയിരിക്കും. എന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ടാകും, കാരണം കുറച്ച് എനർജി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, വർക്ക് ഫംഗ്ഷനിൽ പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ എടുത്ത് ഈ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇനീഷ്യലി വരുന്നത്. നൗ സപ്പോസ് മൈ വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺ വോൾട്ട്. 2 ഇലക്ട്രോൺ വോൾട്ട് ആണ് എൻ്റെ വർക്ക് ഫംഗ്ഷൻ എങ്കിൽ നിങ്ങളെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 5 - 2 ദാറ്റ്സ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഓക്കെ. നൗ 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്, പിന്നെ അതേപോലെ തന്നെ മറ്റേത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്നും കിട്ടി. പിന്നെ അപ്പോൾ എൻ്റെ കൈനറ്റിക് എനർജി എത്രയാണെന്നും കിട്ടി? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നുള്ളതും കിട്ടി. ഇൻറ്റൻസിറ്റി ഓഫ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ലേ? യെസ്, ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ നമ്പറാണ് ബേസിക്കലി. ഓക്കെ. നൗ ദ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഇനി നമ്മൾ ഇതേ സാധനം നമ്മൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ NCERTയിലും മറ്റുമൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ അതേപോലെ തന്നെ ഇതാണ് എൻ്റെ മെറ്റാലിക് സർഫസ്. ആ മെറ്റാലിക് സർഫസ് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇങ്ങോട്ട് കൊടുത്തു. അതായത് ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ്, വിച്ച് മീൻസ് എൻ്റെ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻസ് റേഡിയേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ആര് വരുന്നുണ്ട്? ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. നൗ ദ സിംഗിൾ ക്വസ്റ്റ്യൻ, ഇത് ഇലക്ട്രോൺ അല്ലേ? വിച്ച് മീൻസ് ഇതൊരു നെഗറ്റീവ് ചാർജ് ആണല്ലോ. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്, ഇവിടെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ പോകുന്നുണ്ടാകും, നോ പ്രോബ്ലം. ഇനി ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ ഇതിന് പകരം ഞാനൊരു നെഗറ്റീവ് ടെർമിനൽ ആക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ അത് റിപ്പൽ ചെയ്യൂലേ? വിച്ച് മീൻസ് ഞാനിവിടെ കൊടുക്കുന്ന ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, മേ ബി ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി EV ആയിരിക്കും, മേ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നുണ്ടെങ്കിൽ. സോ മൈ കൈനറ്റിക് എനർജി ഇസ് ഈക്വൾ ടു ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൾ ടു EV. ഈ EV എന്തിന് തുല്യമായിരിക്കും? ഈ EV എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. കാരണം എന്താ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ബേസിക്കലി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ദ എമൗണ്ട് ഓഫ് എനർജി വിച്ച് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യണം. ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണോ അത്രയും എനർജി ഞാൻ കൊടുക്കണം. വിച്ച് മീൻസ് ഇവിടെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
എന്ന് വെച്ചാൽ ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഞാൻ കൊടുത്തിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിന് തുല്യമായിരിക്കടാ? ഇതിൻ്റെ കൈനറ്റിക് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം കൂടുതൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടുന്നുണ്ടാകും. ഇനി കുറവ് കൈനറ്റിക് എനർജി ആണെങ്കിലോ കുറഞ്ഞ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ തിരിച്ചു വരാം. അതായത് എൻ്റെ ഇൻസിഡൻറ്റ് ചെയ്ത ആളെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ HNU കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അയാളെ കൈനറ്റിക് എനർജിയും സ്വാഭാവികമായിട്ടും കൂടും. കാരണം എന്താ? ഇവിടെ വർക്ക് ഫംഗ്ഷൻ ആണുള്ളത്. അതായത് വർക്ക് ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ, ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കൂലേ? അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന HNU കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നർത്ഥം. കൈനറ്റിക് എനർജി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആരും കൂടുന്നർത്ഥം? എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുമെന്നർത്ഥം. ക്ലിയർ അല്ലേടാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുന്നുണ്ടാകും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരൊക്കെ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ജെയ്ക്കും മറ്റൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഈ 2 ഗ്രാഫുകൾ ഓർത്തിരുന്നാൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. വാട്ട് ഈസ് കറണ്ട്? ഇവിടെ സാച്ചുറേറ്റഡ് കറണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം കറണ്ട് എന്ന് വെച്ചാൽ I = dQ/dt ആണ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് ടൈം. എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ഇലക്ട്രോണുകൾ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇവിടെ കൂടുതൽ കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇനീഷ്യലി 2 മൂവ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇപ്പം എത്രയുണ്ട്? 5 മൂവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനീഷ്യലി കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കറണ്ട് കൂടുതലാണ്. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ കൂടുതലാണ്. കൂടുതൽ ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ടെന്നർത്ഥം. അപ്പം നമ്പർ കൂടണം എന്നുണ്ടെങ്കിൽ, അതായത് കറണ്ട് കൂടണം എന്നുണ്ടെങ്കിൽ ആര് കൂടണം? നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ കൂടണം. നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ കൂടണം എന്നുണ്ടെങ്കിൽ ആര് കൂടണം? ഇതിലേക്ക് വരുന്ന ഫോട്ടോണിൻ്റെ എണ്ണം കൂടണം. ഇൻറ്റൻസിറ്റി കൂടിയിട്ട് കാര്യമില്ല. കാരണം ഒരു ഫോട്ടോൺ വരും, ഒരാളെ പറഞ്ഞേക്കും, അടുത്ത ഫോട്ടോൺ അടുത്ത ആള്, അങ്ങനെ 1 by 1 ആയിട്ടാണ് പോകുന്നത്. ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിയാലാണ് നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് കൂടുക. നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് കൂടിയാൽ മാത്രമേ എന്ത് കൂടുള്ളൂ? എൻ്റെ കറണ്ട് കൂടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താ? ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യുന്ന 2 ഗ്രാഫുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോട്ടോ കറണ്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫോട്ടോ കറണ്ട് വേഴ്സസ് ഇവിടെ ആനോഡ് പൊട്ടൻഷ്യൽ, ഇവിടെ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് മാറ്റുന്നുണ്ട്. HNU, NU2, NU1, അതായത് 3 ഫ്രീക്വൻസീസ് ആണുള്ളത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ ഉണ്ടാകും. എനിവേ ഇവിടെ നോക്കിക്കേ, ഇവിടെ കറണ്ട് സാച്ചുറേറ്റഡ് കറണ്ട് എല്ലായിടത്തും സെയിമാണ് എത്തുന്നത്. കാരണം എന്താ? ഇവിടെ സെയിം ഇൻറ്റൻസിറ്റി ആണ്, പക്ഷേ ഫ്രീക്വൻസി മാറ്റണ്ട്. ഫ്രീക്വൻസി മാറിയത് കൊണ്ട് എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാറ്റണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? അവിടെ യാതൊരുവിധ ഇലക്ട്രോണുകളും ഉണ്ടാകാൻ പാടില്ല. യാതൊരുവിധ ഇലക്ട്രോണും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ കറണ്ട് ഇല്ല. സോ വിച്ച് മീൻസ് കറണ്ട് 0 എന്നതാണ്. കണ്ടോ, ഈ ഒരു ഗ്രാഫിൽ ഇവിടെയാണ് കറണ്ട് 0 എന്നത്. അതായത് ഇതാണ് -V01 ആണ് എന്ത്? ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V02 ആണ്, ഇതിൻ്റെത് V03 ആണെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, ഇതിൽ ഏറ്റവും കൂടുതൽ V3 ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് കൂടുതൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അവിടെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലല്ലേ? ആ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും കൂടുതലായിട്ടുണ്ടാകുക? ഇൻസിഡൻറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോണിൻ്റെ എനർജി അവിടെ കൂടുതലാണ്. പക്ഷേ കറണ്ട് സെയിമാ. എന്തേ? എനർജി മാത്രമാണ് വാരി ചെയ്തിട്ടുള്ളത്. അവിടെ ആര് മാറിയിട്ടില്ല? ഫോട്ടോൺ മാറിയിട്ടില്ല. കാരണം നമ്പർ ഓഫ് ഫോട്ടോൺ കൂടിയാൽ മാത്രമേ എന്ത് മാറുള്ളൂ? എൻ്റെ കറണ്ട് മാറുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ ആരേ മാറുള്ളൂ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് മാറുക. അതായത് എൻ്റെ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ആണ് മാറുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അയാൾക്ക് തന്നെയായിരിക്കും. നൗ ദ നെക്സ്റ്റ് വൺ, അടുത്തതാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഇവിടെ ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷേ ഇൻറ്റൻസിറ്റി കൂട്ടി. സെയിം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. കാരണം HNU -5 ആണ് എൻ്റെ കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് വരിക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എല്ലാവരെയും ഫ്രീക്വൻസിയും സെയിം ആയതുകൊണ്ട് 5 - HNU സെയിം ആയിരിക്കും.
അപ്പോൾ എല്ലാവരെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ കറണ്ട് ഡിഫറെൻ്റാണ്. അതെങ്ങനെ കിട്ടി? അവിടെ ഇൻറ്റൻസിറ്റി മാറ്റമുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ആരുടെ കേസിലായിരിക്കും? ഇവിടെ I1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നീട് I2 ആയിരിക്കും, പിന്നീട് I3 ആയിരിക്കും. കാരണം എന്താ? I1 ഏറ്റവും കൂടുതൽ കറണ്ട് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കറണ്ട് എപ്പോഴാണ് കിട്ടുക? ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്താലാണ് കിട്ടുക. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകൾ എപ്പോഴാണ് മൂവ് ചെയ്യുക? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്താലാണ്. സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിനി അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്, ക്വസ്റ്റ്യൻ്റെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി അറിയാം എന്ന് വിചാരിക്കുന്നു. ലാംഡ ഈക്വൽ ടു h/p, അതായത് h/mv എന്ന് എനിക്ക് എഴുതാം. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ഈക്വൽ ടു h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുള്ള പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ സർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുമോ കറണ്ട് കൂടില്ലേ? യെസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് കറണ്ട് കൂടുക. അതായത് നമ്പറാണ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എന്താണ്? ഇവിടെ ഇനീഷ്യലി ഉള്ളതിൽ നമ്പർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോണുകൾ സെയിമാണ്. അതായത് ഒരു 10 ഫോട്ടോൺസ് വന്നു കഴിഞ്ഞാൽ മേ ബി 10 ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാകും? ഒരു കറണ്ട് ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ 10 ഉള്ളത് 20 ആക്കി. അപ്പോൾ ഇവിടെ എത്ര ആളുകൾ ഇജക്റ്റ് ചെയ്തു? 20 ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്തു. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്തത് കൂടി, പെർ യൂണിറ്റ് ടൈം കൂടി. നേരത്തെ 10 ആയിരുന്നു, ഇപ്പോൾ 20 ആണ്. അപ്പോൾ എന്താവും? കറണ്ട് കൂടും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ L0 e⁻μt എന്ന് പറയുന്നത് ഇവിടെ അല്ല. അതായത് ബേസിക്കലി ഇവിടെ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ തീവ്രത എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇൻറ്റൻസിറ്റി നിങ്ങളെ പല ഇപ്പോൾ ഓസിലേഷൻ വേവ്സിലൊക്കെ ഇൻറ്റൻസിറ്റി കേട്ടിട്ടുണ്ടാകും. അവിടെയാണ് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു a² എന്നുള്ള ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇക്വേഷനുകൾ നിങ്ങൾ വിടുക. ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ബേസിക് ആയിട്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. നൗ നമ്മൾ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫ്രം എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പെരിമെൻറ്റ് ഫോളോയിങ് ഒബ്സർവേഷൻസ് ആർ ഐഡൻറ്റിഫൈഡ് വിച്ച് ഓഫ് ദസ് ആർ കറക്റ്റ്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ക്ലിയർ ആണോടാ? അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ hν ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി എന്നാണ് കിട്ടുക. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു hν മൈനസ് 5. കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് ഇൻസിഡൻറ്റ് ഫോട്ടോൺ, അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയും രണ്ടാമതായിട്ട് ആ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഓൺലി ഓൺ ദ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് വർക്ക് ഫംഗ്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇൻസിഡൻ്റ് ആയിട്ടുള്ള ആളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നതിനർത്ഥം. സോ ഓപ്ഷൻ ഫസ്റ്റ് വൺ തെറ്റാണ്. The next one is saturated current increases as the intensity of the incident light increases. ശരിയല്ലേ? കാരണം എന്താ? സാച്ചുറേറ്റഡ് കറണ്ട് എന്ന് വെച്ചാൽ കറണ്ട് ഈസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. എത്ര ഫോട്ടോണുകൾ വന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കറണ്ട് കിട്ടുക. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് കൂടും. അപ്പോൾ കറണ്ടും സ്വാഭാവികമായിട്ട് കൂടും. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്ഷൻ ബി എന്താണ്? ഇത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. പക്ഷേ നമുക്ക് അതല്ല, കോമ്പിനേഷൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ സ്റ്റേറ്റ്മെൻറ്റ് വഴി ഒന്നുകൂടെ പോയി നോക്കാം. The maximum kinetic energy of the photoelectron depend on the intensity of the incident light. ഇല്ല, കാരണം എന്താ? മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ദ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് മാത്രമല്ല, ആരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എൻ്റെ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് വർക്ക് ഫംഗ്ഷൻ രണ്ടാളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി, ഇത് സി എന്താണ്? ഇതും തെറ്റാണ്. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ദ തിയറി ഓഫ് ലൈറ്റ്. അല്ല,
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചറാ. അതായത് ഡുവൽ നേച്ചറിൽ പാർട്ടിക്കിൾ നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫേം ആകുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കാരണം നിങ്ങൾക്കറിയാം അവിടെ പാക്കറ്റ്സ് ഓഫ് എനർജി വന്നിട്ട് പോവാണ്. സോ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വേവ് തിയറി ഓഫ് ലൈറ്റിനെ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് ആകെ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? സി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ, ബി ഓൺലി. യെസ് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ അല്ലേടാ. അതായത് ശ്രദ്ധിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. 2023 ലേറ്റസ്റ്റ് ചോദ്യമാണിത്. 2023 ചോദിച്ച ചോദ്യമാണ്. എനിവേ അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വെരി ഈസിയാണ്. An alpha particle, proton and electron have the same kinetic energy. Which one of the following is the correct in the case of their de Broglie wavelength? de Broglie wavelength ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാലോ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി. de Broglie wavelengthന്റെ ഇക്വേഷൻ ലാംഡയാണ്. ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു h/p എന്നായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹാവിങ് ദ സെയിം കൈനറ്റിക് എനർജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം എന്ന് കിട്ടും, ഓർ പ്രൊപ്പോർഷണൽ ടു 1/√m ആണ്. വിച്ച് മീൻസ് ഇവിടെ ആരൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? എൻ്റെ കയ്യിലുള്ളത് ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 ആളുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാസ് ആർക്കാണ്? ആൽഫ പാർട്ടിക്കിളിനാണ്. ആൽഫ പാർട്ടിക്കിൾ പിന്നെ ആർക്കാണ്? പ്രോട്ടോൺ ആണ്. പിന്നീട് ആർക്കാണ്? പിന്നീട് ഇലക്ട്രോൺ ആണ്. റൈറ്റ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കായിരിക്കും? ഇലക്ട്രോണിനായിരിക്കും. പിന്നീട് ആർക്കായിരിക്കും? പിന്നീട് പ്രോട്ടോണിനായിരിക്കും. പിന്നീട് ആർക്കായിരിക്കും? പിന്നീട് എൻ്റെ ആൽഫ പാർട്ടിക്കിളിനായിരിക്കും. സോ വിച്ച് മീൻസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. ഓക്കെ. ആക്ച്വലി ടഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് കുറവാടാ. എനിവേ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടഫായി തോന്നാത്തത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാകും. വീണ്ടും വരുന്നുണ്ട്, ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electron beam used in an electron microscope when the accelerated by a voltage 20 kilovolt has a de Broglie wavelength of lambda 0. If the voltage is increased to 40 kilovolt, then the de Broglie wavelength associated with the electron beam would be. അപ്പോൾ പുതിയ de Broglie wavelength ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി ലാംഡ ഈക്വൽ ടു h/p ആണ്. h/p എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആണ്. എന്താ എൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ ട്യൂബ് വിൽ ബി ഈക്വൽ ടു E ഇൻറ്റു V. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. സോ EV ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഇവിടെ ലാംഡ വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് V എന്ന് കിട്ടൂലേ. കാരണം വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ 0. അപ്പോൾ അവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? പുതിയ ആളെ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. ആദ്യം ഇനീഷ്യലി ഉള്ളത് 20 ആയിരുന്നു. പിന്നീട് എത്രയുള്ളത്? 40 ആക്കി മാറ്റിയ സമയത്ത് എത്രയെന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ കയ്യിലുള്ളത് ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് V2 ഡിവൈഡ് ബൈ V1 എന്ന് കിട്ടും. ലാംഡ 1 എത്ര? ഇനീഷ്യലി വേവ് ലെങ്ത് ലാംഡ 0 ആണ്. സോ ലാംഡ 0 ഡിവൈഡ് ബൈ ലാംഡ 2 അറിയത്തില്ല, അതാണ് കാണേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് V2. രണ്ടാമത് 40 ആണ്, ആദ്യം 20 ആയിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടും. സോ ലാംഡ ഈക്വൽ ടു എത്രയെന്ന് വന്നു? ലാംഡ 0 ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ലാംഡ 0 ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് വെച്ചാൽ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? 4 ചെയ്തോ നിങ്ങൾ? ഇല്ലേ? ഇതും ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവിടെ നോക്കിക്കേ. ബേസിക്കലി ഇവിടെ ആകെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV എന്ന് അറിഞ്ഞാൽ മതി. അതായത് ചാർജ് ഇൻറ്റു ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ. നമ്മൾ എത്ര പൊട്ടൻഷ്യലാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് അത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഈസി ആണല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. Given below are the 2 statements. Statement 1 is that stopping potential in a photoelectric effect does not depend upon the
പവർ ഓഫ് ദി ലൈറ്റ് സോഴ്സ്. അപ്പോൾ പവർ എന്താണെന്നുള്ളത് അറിയണം. എനിവേ ഞാനൊന്ന് വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. Statement 2 is that for a given metal, maximum kinetic energy of the photon electron depend on the wavelength of the incident light. Okay. Now, ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നിങ്ങൾക്കറിയാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദി ജെക്ടർ ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മെറ്റൽ സർഫസിനെയും പിന്നെ വന്നിട്ടുള്ള ആളെ ഫ്രീക്വൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈമാണ് അല്ലേ? എന്ന് വെച്ചാൽ പവറിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം അതിൻ്റെ എനർജിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടൈമിലേക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും ഇല്ല. വിച്ച് മീൻസ് എൻ്റെ ഓപ്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കെയർഫുള്ളി റീഡ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദാറ്റ് ഇവിടെ for a given metal, maximum kinetic energy of the photon electron depend on wavelength of the incident light എന്നാ. അത് ശരിയാണ്. ഡിപ്പെൻഡ് ഓൺലി ഓൺ ആണ് എന്നുണ്ടെങ്കിൽ ഇത് തെറ്റാ. കാരണം ഡിപ്പെൻഡ് ഓൺലി അല്ല, കാരണം രണ്ടാളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് അതിൻ്റെ വന്നിട്ടുള്ള ആള് എനർജീനെയും, അല്ല എനർജി എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, അല്ല എങ്കിൽ വേവ് ലെങ്ത് എച്ച് ന്യൂ ഓർ എച്ച് സി ഡിവൈഡ് ബൈ ലാംഡ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കുക, നിങ്ങൾ ഓൺലി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു. കാരണം തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ നമ്മളത് കണ്ടതാണ് ഓൺലി എന്നുള്ള ടേം വന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് കറക്റ്റാണ്. വിച്ച് മീൻസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തെറ്റിക്കരുത്. കെയർഫുൾ ആയിട്ട് നിങ്ങളത് നോക്കണം. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the de Broglie wavelength of an alpha particle and a proton accelerated from rest by the same potential is 1/√m. Value of the m is. അപ്പോൾ ഇതും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ്റെ ലെവൽ കൂടി വരുന്നുണ്ട്. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ സീംസ് ടു ബി ഇത് വെരി ഈസി ആണെന്ന് തെറ്റിദ്ധരിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ചോദിച്ചത് എന്താ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ലാംഡയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. എച്ച് ബൈ എം വി, എച്ച് ബൈ √2m ke എന്നൊക്കെ നിങ്ങൾ എഴുതുമായിരിക്കും. പക്ഷേ അവിടെ സെയിം പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഈ കൈനറ്റിക് എനർജി സെയിം ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിളിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് മാത്രം കമ്പയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക ഒരു കാര്യം, മൈ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. എച്ച് ഡിവൈഡ് ബൈ √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ √2 ഇൻറ്റു എം ഇൻറ്റു വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ഇ വി. അതായത് ഇ വി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിസ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ. ചാർജ് ഇൻറ്റു ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കാണേണ്ടത് ആരതൊക്കെയാണ്? ആൽഫ പാർട്ടിക്കിളിൻ്റെതും പ്രോട്ടോണിൻ്റെതുമാണ് കാണേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ആദ്യം ആരെ ഉണ്ടാകും? പ്രോട്ടോണിൻ്റെ ചാർജ് ഇൻറ്റു പ്രോട്ടോണിൻ്റെ ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ, ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ സെയിമാണ് എന്ന് വെച്ചാൽ ഈ ടേം സെയിം ആണ്. പക്ഷേ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എമ്മും ഇയും ഉണ്ട്, അതായത് മാസ് ഇൻറ്റു ഇ. ഇവിടെ നോക്കിക്കേ, ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസും നിങ്ങളെ പ്രോട്ടോണിൻ്റെ മാസും തമ്മിൽ എങ്ങനെ ഡിഫറെൻ്റ് ചെയ്തിട്ടുള്ളത്? മാസും ചാർജും 1ഉം 2ഉം പിന്നെ അതേപോലെ തന്നെ 2ഉം 4ഉം ആയിട്ടാണ് മാറുന്നത്. എന്ന് വെച്ചാൽ എത്ര കിട്ടുക? 1 ഇൻറ്റു മറ്റേത് 1 വരും, ഇവിടെ എത്ര വരും? 2 ഇൻറ്റു 4 വരും, എന്ന് വെച്ചാൽ 8 വരും. സോ 1 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ 1 ഡിവൈഡ് ബൈ √8. കാരണം നമ്മളോട് ചോദിച്ചത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ √m വേർ m ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ m എത്രയാടാ? m എന്ന് പറയുന്നത് 8 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചാർജും മാസും രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇത് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യുന്നവർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എനിവേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്നാണ്, പക്ഷേ നമുക്കിത് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. എനിവേ എ സ്മോൾ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് അബ്സോർബ് എ ലൈറ്റ് പൾസ് ഓഫ് ദി പവർ. ഇതെന്നിട്ടുണ്ട് പവർ
for the duration of 300 nanosecond. Assume the speed of the light as 3 into 10 to the power 8 meter per second. The momentum of object become equal to. അപ്പോൾ ഇവിടെ മൊമെൻറ്റം ആണ് ചോദിച്ചത്. ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ ലൈറ്റ് അല്ലേ അബ്സോർബ് ചെയ്യുന്നത്, ആൻഡ് ദ മൊമെൻറ്റം അല്ലേ നമുക്ക് കാണേണ്ടത്. ഒരു ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇ ഡിവൈഡ് ബൈ സി ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ സി റേസ് ടു 4 പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ എന്ന്. ഫോട്ടോൺ ആണ് എന്നുണ്ടെങ്കിൽ അതിന് റെസ്റ്റ് മാസ് എനർജി ഉണ്ടാകില്ല, ഇത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു സി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ഇക്വേഷൻ്റെ ബേസിസിൽ എനിക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? എൻ്റെ മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാനായിട്ട് പറ്റും. നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ എനർജി. എനർജിക്ക് ഇവിടെ എനർജി ഡയറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷേ പവറും ടൈമും അറിയാം. എന്ന് വെച്ചാൽ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആയിരിക്കും. ഡിവൈഡഡ് ബൈ സി. നൗ ദിസ് ഈസ് ഈക്വൽ ടു പവർ എത്രയാടാ? 20 മില്ലി വാട്ടാണ്. എന്ന് വെച്ചാൽ 20 ഇൻറ്റു 10 ടു ദ പവർ -3 ആണ്. ഇൻറ്റു ടൈം എത്ര? 300 നാനോ സെക്കൻഡ്. സോ 300 ഇൻറ്റു 10 ടു ദ പവർ -9 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 ടു ദ പവർ 8 എന്ന് കിട്ടും. റൈറ്റ്. സോ 3 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇവിടെ ഉണ്ടാകുന്നത് 1 2 3 3 അവിടെ ഉണ്ട്, അവിടെ ഇവിടെയും ക്യാൻസൽ ചെയ്തു. സോ ഇത് മുകളിൽ പോയി കഴിഞ്ഞാൽ എത്ര വരിക? 16 17 വരും. സോ 2 ഇൻറ്റു 10 ടു ദ പവർ -17 എന്ന് വരും. 2 ഇൻറ്റു 10 ടു ദ പവർ -17 വിച്ച് മീൻസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈസിയാണ്. ഇവിടെ നോക്കിക്കേ, ഫോട്ടോണിൻ്റെ മൊമെൻറ്റം നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എങ്ങനെ കിട്ടി എന്നുള്ള ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു m0 സ്ക്വയർ സി റേസ് ടു 4 പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിന്ന് ഫോട്ടോൺ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വിച്ച് മീൻസ് എൻ്റെ റെസ്റ്റ് മാസ് എനർജി 0 ആയിരിക്കും എന്നതാണ്. ഓക്കെ. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ lambda equal to 1.227 nanometer divided by x can be used to find the de Broglie wavelength of an electron. In this equation x stands for. x എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും ചെയ്യാം. ചിലപ്പോൾ ചിലർ അത് അതേപോലെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും. ഇനി അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് എടുത്ത് നോക്കാം അത് എന്താണ് എന്നുള്ളത്. കാരണം എനിക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എനിക്ക് അറിയായിരുന്നു. എന്താ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു h/p ആണ്. h/p ആണ്. ഇനി എനിക്ക് പിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും? പി എന്ന് വെച്ചാൽ mv അല്ലേ, എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ എൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. പി ഈക്വൽ ടു mv. ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ലാംഡ ഈക്വൽ ടു മറ്റൊരു ഇക്വേഷനും കൂടെ ഞാൻ എഴുതാണ്, h ഡിവൈഡഡ് ബൈ റൂട്ട് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. റൈറ്റ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ രണ്ട് ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്? ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും? ലാംഡ ഈക്വൽ ടു റൂട്ട് 2 h ഈക്വൽ ടു ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു h/mv ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി 2mke ഉണ്ട്. സോ ഇൻ ദാറ്റ് ടേം, അതായത് കൈനറ്റിക് എനർജിയുടെ ടേമിൽ നമ്മൾ ഓൾറെഡി എഴുതി. കൈനറ്റിക് എനർജീനെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസാ അല്ലേ? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1.227 എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടുക? ബാക്കി എൻ്റെ ടേമിലേക്ക് നോക്കുക നിങ്ങൾ. ബാക്കി ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാസ് എന്തായിരിക്കും? മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആയിരിക്കും. അത് നമുക്കറിയാലോ. ബാക്കി എല്ലാ വാല്യൂസും അവിടെ ഡിഫൈൻഡ് അല്ലേ. ക്യൂ എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് എൻ്റെ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് 2m ഇൻറ്റു ക്യൂ ഇൻറ്റു റൂട്ട് v എന്ന് കിട്ടും. ഈ വാല്യൂ എത്രയാണ് കിട്ടുക? ഇത് നിങ്ങൾക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എച്ചിൻ്റെ വാല്യൂ അറിയാം, എമ്മിൻ്റെ വാല്യൂ അറിയാം, ക്യൂയുടെ വാല്യൂ അറിയാം. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുവെച്ചതാണ് 1.22 സംതിങ് നാനോമീറ്റർ എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇവിടെ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് v ആയിരിക്കും. വിച്ച് മീൻസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ?
കാരണം ബാക്കിയുള്ളതിലൊന്നും ഇവിടെ തന്നിരിക്കുന്ന ടേമുകൾ നോക്കാം. അതായത് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി, മൊമെൻറ്റം ആൻഡ് ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യൽ, ആ രൂപത്തിലാണ് എഴുതേണ്ടത്. യെസ്, ഡി എല്ലാവർക്കും അറിയാം. ഈസി അല്ലേ? നൗ അടുത്ത ചോദ്യം നോക്കുകയാണ്. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ കാർബൺ ആറ്റം ഹാസ് സെയിം കൈനറ്റിക് എനർജി K. റേഷ്യോ ഓഫ് ദെയർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ്. അപ്പം ആൽഫ പാർട്ടിക്കിളിൻ്റെയും കാർബൺ ആറ്റത്തിൻ്റെയും ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ലാംഡ ഈക്വൽ ടു h/p ആണ്. h/p എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ടു h ഡിവൈഡ് ബൈ √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. എഗെയിൻ ദിസ് ഈസ് ഹാവിങ് ദ സെയിം കൈനറ്റിക് എനർജി. സെയിം കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എൻ്റെ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m ആണ്. വിച്ച് മീൻസ് ഇവിടെ ആരൊക്കെയുള്ളത്? ഒരു ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ ആറ്റവും ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസം എത്രയാണ്? 12 ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസോ 4 ആണ്. വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. ആൽഫ ഡിവൈഡ് ബൈ കാർബൺ ഈക്വൽ ടു √3. ആൽഫ ഡിവൈഡ് ബൈ കാർബൺ ഈക്വൽ ടു √3 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? √3:1, വിച്ച് മീൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്, ബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് വിടണ്ടേ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എനിവേ ദ നെക്സ്റ്റ് അതേപോലത്തെ അടുത്ത ചോദ്യം. അതായത് ഓൾമോസ്റ്റ് കുറേ അധികം ചോദ്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ആൻ ഇലക്ട്രോൺ ഓഫ് മാസ് me ആൻഡ് എ പ്രോട്ടോൺ ഓഫ് മാസ് mp വിച്ച് ഈസ് ഈക്വൽ ടു 1836 me are moving with the same speed. Ratio of their de Broglie wavelength are again the same. കാരണം എന്താ? ഇവിടെ മൂവിങ് വിത്ത് സെയിം സ്പീഡ് എന്നാ. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സെയിം സ്പീഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ലാംഡ ഈക്വൽ ടു h ഡിവൈഡ് ബൈ പിയിൽ h/mv ഉണ്ട്. അതേപോലെ ലാംഡ ഈക്വൽ ടു h ഡിവൈഡ് ബൈ √2m ഇൻറ്റു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇതിലേതാ യൂസ് ചെയ്യേണ്ടത്? ഇതിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ നിങ്ങൾ ചില ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. സെയിം സ്പീഡല്ലേ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സെയിം കൈനറ്റിക് എനർജി അല്ലേ, 12mv². സോ വിച്ച് മീൻസ് അങ്ങനെ ആകുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? √m ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കൂല എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് തന്നോ, അവിടെ നിങ്ങൾ mv ഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മിക്ക സമയത്തും അതെന്തായിരിക്കും? ആക്സിലറേറ്റഡ് പൊട്ടൻഷ്യലിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. QE ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. എനിവേ ഈ ഒരു സമയത്ത് ലാംഡ ഓഫ് ദി ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ലാംഡ ഓഫ് ദി പ്രോട്ടോൺ എന്നുള്ളത് എനിക്ക് എന്താണ് കിട്ടുക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദി പ്രോട്ടോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി പ്രോട്ടോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ. വെലോസിറ്റി ഓഫ് ദി പ്രോട്ടോണും ഇലക്ട്രോണും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു mp ഡിവൈഡ് ബൈ me ആണ്. വാട്ട് ഈസ് മൈ mp? mp എന്ന് പറയുന്നത് 1836 me ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ ലാംഡ c ഡിവൈഡ് ബൈ ലാംഡ p ഈക്വൽ ടു 1836 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? ലാംഡ നമ്മൾ ചോദിച്ചിട്ട് ലാംഡ e ഡിവൈഡ് ബൈ ലാംഡ p ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1836. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടല്ലോടാ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? റൈറ്റ്. ഇർഫാൻ, എനിക്ക് തോന്നുന്നത് ഇർഫാൻ എവിടെയോ ചെറിയ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും വേഗം കിട്ടിയിട്ടുണ്ടാവുക. ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ പ്രോട്ടോൺ. സി ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ചെയ്യുക, കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നൗ 2 particles move at right angle to each other. Their de Broglie wavelength are λ1 and λ2 respectively. The particles suffer perfectly inelastic collision. The de Broglie wavelength lambda of the final particle is given by. അപ്പോൾ de Broglie wavelength ആണ് ഇൻഇലാസ്റ്റിക് കൊളീഷന് ശേഷമുള്ള de Broglie wavelength ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് de Broglie wavelengthനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? h ഡിവൈഡ് ബൈ p ആണ്. അതായത് അതിൻ്റെ മൊമെൻറ്റമാണ്. റൈറ്റ്, അതിൻ്റെ മൊമെൻറ്റമാണ്. ആ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേഷനും ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്റ്റൻഷൻ പോയതാണ് √2mke എന്ന് പറയുന്ന ഇക്വേഷൻസും ബാക്കിയുള്ള ഇക്വേഷൻസും ഒക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദിസ് ഈസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ p ആണ്. h ഡിവൈഡ് ബൈ p ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മൊമെൻറ്റത്തിന് എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം?
മൈ P1 is equal to H divided by lambda 1. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ എന്തുണ്ടാകും? അടുത്ത മൊമെൻ്റ് ഉണ്ടാകും, വിച്ച് മീൻസ് P2 ഉണ്ടാകും. അടുത്ത ആളത് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ ലാംഡ 2 ആണല്ലോ. ഇനി മൊമെൻറ്റം ഓഫ് ദി ഫൈനൽ പാർട്ടിക്കിൾ എന്തായിരിക്കും? ഇവിടെ നോക്കിക്കേ, രണ്ട് പാർട്ടിക്കിൾ റൈറ്റ് ആംഗിളിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് രണ്ട് പാർട്ടിക്കിളുകൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് പാർട്ടിക്കിൾ സഫർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്താ? നൗ ദ പാർട്ടിക്കിൾ വിൽ മൂവ് ടുഗദർ. അതായത് രണ്ടാളുകളും ഒരുമിച്ചായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാകുക എന്ന് വെച്ചാൽ ഏതോ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാകും. എല്ലാ കൊളീഷനിലും നിങ്ങൾക്കറിയാം എന്ത് കൺസേർവ്ഡ് ആണ്? മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. എല്ലാ കൊളീഷനിലും ഇലാസ്റ്റിക് ആവട്ടെ, ഇൻഇലാസ്റ്റിക് ആവട്ടെ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആവട്ടെ, എല്ലാ കൊളീഷനിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റം ഞാൻ പി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ പി? ഫൈനൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി, റൂട്ട് ഓഫ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ ആയിരിക്കും, ഈക്വൽ ടു റൂട്ട് ഓഫ് P1 സ്ക്വയർ എത്രയാണ്? P1 എന്ന് വെച്ചാൽ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ 1 സ്ക്വയർ പ്ലസ് H2 ഡിവൈഡ് ബൈ ലാംഡ 2 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു പി. പി എന്ന് വെച്ചാൽ എന്തായിരിക്കും? എച്ച് ബൈ ലാംഡ ആയിരിക്കും. അതായത് ആ ഒരു സാധനത്തിൻ്റെ വേവ് ലെങ്ത് ക്ലിയർ ആയിട്ടുണ്ടോ? എച്ച് ബൈ ലാംഡ. നൗ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇതിനെ നേരെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ 1 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ 2 സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുക? എച്ച് 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 ക്യാൻസൽ ചെയ്ത് പോയി 1 ബൈ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ 1 സ്ക്വയർ പ്ലസ് 1 ബൈ ലാംഡ 2 സ്ക്വയർ എന്ന് വെച്ചാൽ മൈ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ, 2019 JEEയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m and initial velocity v collides with a particle b of mass m by 2. അടുത്ത പാർട്ടിക്കിളിൻ്റെ തന്നിട്ടുണ്ട് m by 2 ആണ്, which is at rest. Collision is head on and elastic. Ratio of the de Broglie wavelength of the lambda a to lambda b. അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. കാരണം ലാംഡ എ ടു ലാംഡ ബി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആളുകളെയും മൊമെൻറ്റത്തിൽ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന് ഡിഫറൻസ്. ആ മൊമെൻറ്റത്തിന് ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? രണ്ടാളെയും മാസും അറിയണം, വെലോസിറ്റിയും അറിയണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാലോ. സോ വിച്ച് മീൻസ് മൈ ലാംഡ എ ഡിവൈഡ് ബൈ ലാംഡ ബി ഈക്വൽ ടു ലാംഡ എ ഡിവൈഡ് ബൈ ലാംഡ ബി ഈക്വൽ ടു പി ബി ഡിവൈഡഡ് ബൈ പി എ ആണല്ലോ. പി ബി ഡിവൈഡ് ബൈ പി എ ആണ്. ഇനി അപ്പോൾ എന്ത് കിട്ടണം? പി ബിയും പി എയും കിട്ടണമെങ്കിൽ രണ്ടാളെയും മാസ് അറിയണം. അപ്പോൾ ഇവിടെ മാസുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എമ്മും അടുത്ത ആളെ മാസ് m by 2. അപ്പോൾ മാസിന് പ്രശ്നമില്ല. പക്ഷേ ഇനി എനിക്ക് എന്തറിയണം? വെലോസിറ്റി അറിയണം. അപ്പോൾ വെലോസിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്യണം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രകാരം എന്താണ്? എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് m ഇൻറ്റു യു വിൽ ബി ഈക്വൽ ടു m1 v1 പ്ലസ് m2 എത്ര? m by 2 ഇൻറ്റു v2 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് m എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുക 2u ഈക്വൽ ടു 2v1 പ്ലസ് v2 എന്ന് കിട്ടും. ഇപ്പോൾ ഒരു റിലേഷൻ കിട്ടിയല്ലോ, 2u ഈക്വൽ ടു 2v1 പ്ലസ് v2. ഇനി നോക്കിക്കേ, ദ കൊളീഷൻ ഈസ് ഹെഡ് ഓൺ ആൻഡ് ഇലാസ്റ്റിക്. ഒരു ഇലാസ്റ്റിക് കൊളീഷൻ്റെ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ്റെ പ്രത്യേകത എന്താണ്? എത്ര വെലോസിറ്റിയിലാണോ വന്നത് അത്രയും വെലോസിറ്റിയിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇനീഷ്യലി നോക്കിക്കേ, m2 ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ബേസിക്കലി ഇവരെ വെലോസിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യാൻ സംഭവിക്കാറുള്ളത്. ഓക്കെ, വെലോസിറ്റി ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാം എൻ്റെ ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈ എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്താ ഈ എന്ന് പറയുന്നത്? വെലോസിറ്റി ഓഫ് ദി സെപ്പറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ദി അപ്രോച്ച്. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്താ? v2 മൈനസ് v1. വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്താ? u മൈനസ് 0. കാരണം വരുന്നത് യുയിലാണ്, അടുത്ത ആൾ റെസ്റ്റിലാണ്, m2 റെസ്റ്റിലാണ്. സോ അങ്ങനെയാണെങ്കിൽ u ആയിരിക്കും. നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് മൈ v2 മൈനസ് v1. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ എനിക്ക് v2 മൈനസ് v1 കണ്ടെത്തിക്കൂടെ? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മൈ v2 മൈനസ് v1 ഈക്വൽ ടു u എന്ന് കിട്ടും. കാരണം എന്താ? e ഇസ് ഈക്വൽ ടു 1 ആണ്, ബിക്കോസ് ദിസ് ഈസ് ആൻ പെർഫെക്റ്റ്ലി ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ.
നൗ ഇ ഈക്വൽ ടു 1 കിട്ടി, V2 മൈനസ് V1 യു കിട്ടി. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ ആയല്ലോ, രണ്ട് എക്സ്പ്രഷൻസ് അവിടെ വന്നു. ഒന്ന് 2u ഈക്വൽ ടു 2v1 പ്ലസ് V2. അടുത്ത ഇക്വേഷൻ എന്താ, u ഈക്വൽ ടു V2 മൈനസ് V1 അല്ലേ. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. ആദ്യത്തേത് രണ്ടാമത്തെ മൈനസ് ചെയ്താൽ 2u മൈനസ് യു കിട്ടും, ഈക്വൽ ടു 2v1 മൈനസ് V2. അപ്പോൾ എത്ര കിട്ടുക, 3v1 എന്ന് കിട്ടും. 3v1 V2 മൈനസ് V2 അത് 0 ആയിപ്പോയി, വിച്ച് മീൻസ് മൈ V1 ഇസ് ഈക്വൽ ടു u/3 എന്ന് കിട്ടി. V1 u/3 ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ V2 ഈക്വൽ ടു u പ്ലസ് u/3. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടുക, 4u ഡിവൈഡ് ബൈ 3 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? V2 ഈക്വൽ ടു 4u ഡിവൈഡ് ബൈ 3. ഇനി കാര്യങ്ങൾ ഈസി അല്ലേ, കാരണം എൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈ വേവ് ലെങ്ത് ആർ ലാംഡ എ ഡിവൈഡ് ബൈ ലാംഡ ബി ഈക്വൽ ടു PB ഡിവൈഡ് ബൈ PA. PB എത്രയാണ്, m/2 ആണ് മാസ്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, 4 ഡിവൈഡ് ബൈ 3 u ആണ്, ഡിവൈഡ് ബൈ m ഇൻറ്റു u/3 എന്ന് കിട്ടൂലേ. നൗ ദിസ് ഈസ് ഈക്വൽ ടു m ക്യാൻസൽ ചെയ്തു, ഇതിൽ ക്യാൻസൽ ചെയ്താൽ 2, 3 ക്യാൻസൽ ചെയ്തു, u ക്യാൻസൽ ചെയ്തു, വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ റേഷ്യോ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2 ആണ് കിട്ടി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ചെയ്തതൊക്കെ ക്ലിയർ അല്ലേടാ, ഓക്കെ അല്ലേ. സോ നൗ അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് K1 and K2 be the maximum kinetic energy of the photoelectron emitted when two monochromatic beams of light lambda wavelength lambda 1 and lambda 2 respectively are incident on a metallic surface. If lambda 1 equal to 3 lambda 2 then. അപ്പോൾ ഇവിടെ lambda 1 equal to 3 lambda 2 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഇതിൽ രണ്ട് റിലേഷൻ പക്ക തന്നിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത് നോക്കാം, അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. നൗ വാട്ട് ഈസ് മൈ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ അല്ലെ എച്ച് ന്യൂ മൈനസ് വർക്ക് ഫംഗ്ഷൻ അല്ലേ, നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ടേക്കിംഗ് ആസ് ദ ലാംഡ 0, കാരണം ഇവിടെ പ്രത്യേകം ഫോട്ടോൺ എമിറ്റഡ് വെൻ ടു ഓക്കെ നോ പ്രോബ്ലം. എനിക്ക് വേണമെങ്കിൽ ലാംഡ 0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 5 എന്നായിട്ട് തന്നെ എടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ എൻ്റെയർ ആയിട്ട് നമുക്ക് ലാംഡയിലെ റിലേഷൻ ആണ് കാണേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേക്കിംഗ് ദ 5 is equal to hc divided by lambda 0, കാരണം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ ലാംഡ 0. Now the kinetic energy maximum will be equal to h nu എന്ന് വെച്ചാൽ എന്തായിരിക്കും, hc divided by lambda മൈനസ് hc divided by lambda 0 എന്ന് കിട്ടും. ഇനി എത്രയാണ് തന്നിട്ടുള്ളത് ഇവിടെ K1 and K2 are the maximum kinetic energy of the photoelectron emitted when two monochromatic beam of wavelength lambda 1 and lambda 2 are hitted. എന്ന് വെച്ചാൽ എൻ്റെ K1ൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, K1ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള കൈനറ്റിക് എനർജി എന്തായിരിക്കും, hc ഡിവൈഡ് ബൈ ലാംഡ 1 മൈനസ് hc ഡിവൈഡ് ബൈ ലാംഡ 0. കാരണം എന്താ, അവിടെ എനിക്ക് ഒരു കാര്യം അറിയാം, കാരണം എൻ്റെ ലാംഡ 0 എന്ന് പറയുന്നത് എന്താണ്, ലാംഡ 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. ഇനി എന്താ തന്നിട്ടുള്ളത്, ഇവിടെ ലാംഡ 1 ഈക്വൽ ടു 3 ലാംഡ 2 എന്നാണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ലാംഡ 1 ഈക്വൽ ടു 3 ലാംഡ 2 ആണ്. അപ്പോൾ അടുത്ത K2യുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും, K2 ഈക്വൽ ടു എന്ന് വെച്ചാൽ അടുത്ത ആളാണ്, K2 ഈക്വൽ ടു hc ഡിവൈഡ് ബൈ ലാംഡ 2 ആണ്. കാരണം അടുത്ത വേവ് ലെങ്ത് ആണ്, പക്ഷേ ഒരേ സാധനത്തിലേക്കാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, വിച്ച് മീൻസ് hc ഡിവൈഡ് ബൈ ലാംഡ 0. ക്ലിയർ ആയിട്ടുണ്ടോ, hc ഡിവൈഡ് ബൈ ലാംഡ 0. ഇനി ദിസ് ഇംപ്ലൈസ് ദാറ്റ് K1ഉം K2ഉം തമ്മിലുള്ള റിലേഷൻസ് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവരെ തമ്മിൽ നേരെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എൻ്റെ K1നെയും K2നെയും ഇങ്ങോട്ട് മാറ്റി എഴുതാനായിട്ട് പറ്റും.
ആൻഡ് മൈ ലാംഡയുടെ റിലേഷൻസ് എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാം, എൻ്റെ K2 ഇസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ λ2 HC ഡിവൈഡ് ബൈ മൈനസ് HC ഡിവൈഡ് ബൈ λ0. ഇനി അതേപോലെ തന്നെ K1 എന്താണ് തന്നിട്ടുള്ളത്, K1 എന്ന് പറയുന്നത് ഇവിടെ അറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ആ ഒരു സാധനത്തിനെ ഞാൻ ഇവിടെ റിലേഷൻസ് സംഭവങ്ങൾ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3K1 ഈക്വൽ ടു 3HC ഡിവൈഡ് ബൈ λ1 മൈനസ് 3HC ഡിവൈഡ് ബൈ λ0 എന്ന് കിട്ടും. നോ പ്രോബ്ലം. ഇവിടെ K2 കിട്ടിയിട്ടുണ്ടല്ലോ, നോ പ്രോബ്ലം. K2 കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ K1 കിട്ടിയിട്ടുണ്ട്. നൗ വാട്ട്, ഇവിടെ 3K1 ഉണ്ട്, ഇവിടെ K2 ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാണ്. ബേസിക്കലി K1 ഉം K2 ഉള്ള റിലേഷനാണ് കാണേണ്ടത്. സോ അതിനാണ് ചെയ്യുന്നത്. സോ 3K1 മൈനസ് K2 3K1 മൈനസ് K2 ഈക്വൽ ടു, അപ്പോൾ ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, എൻ്റെ λ0 നോക്കുക, 3λ0 ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് λ0 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക, 2λ0 ആണ് അവിടെ ഉണ്ടാവുക. ഇവിടെ ബാക്കി HC ഡിവൈഡ് ബൈ λ1 ഉണ്ട്, ഇവിടെ HC ഡിവൈഡ് ബൈ λ2 ഉണ്ട്. λ1 എത്രയാണ്, 3λ2 ആണ്. λ1 ഈക്വൽ ടു ഇവിടെ 3λ2 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര വരിക, 3HC മൈനസ് λ2 എന്ന് വരും. അപ്പോൾ അത് എത്ര ഉണ്ടാവുക, ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു HC ബൈ λ എന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാകുക, 3K1 മൈനസ് K2 ദിസ് ഈസ് ഈക്വൽ ടു 3K1 മൈനസ് K2 ഇസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ λ2 മൈനസ് 3HC ഡിവൈഡ് ബൈ λ0 എന്ന് കിട്ടൂലേ. നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, എനിക്ക് എൻ്റെ K1 ആണോ K2 ആണോ വലുത് എന്നാണ് ചോദ്യം. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ K1നും K2നും എക്സ്പ്രഷൻ കാണാൻ പോവാണ്. സോ മൈ K2 ഈക്വൽ ടു 3K1 മൈനസ് HC ഡിവൈഡ് ബൈ λ2 മൈനസ് 3HC ഡിവൈഡ് ബൈ λ0 എന്ന് കിട്ടും. ഇതാണ് K2യുടെ എക്സ്പ്രഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ, K2യുടെ എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ ഇതിൽ നിന്ന് കൺഫേം ആക്കിക്കൂടെ, ഇതിലേതായിരിക്കും കൂടുതൽ, K1 എന്ന് വെച്ചാൽ എന്താ വന്നിട്ടുള്ളത്, K1 ഇസ് ഈക്വൽ ടു K2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സംതിങ് എന്ന് വരും. എന്ന് വെച്ചാൽ അവിടെ ആരാ കൂടുതലായിട്ട് വരുന്നത്, എൻ്റെ K2 ഡിവൈഡ് ബൈ 3 കൂടുതലും K1 കുറവുമാണ്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ ബേസിക് ആയിട്ട് അതിൻ്റെ റിലേഷൻ എഴുതിയെടുത്തെന്ന് മാത്രം, കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലെ കംപ്ലീറ്റ് സോൾവ് ചെയ്യണമെന്നില്ല. കാരണം ഇവിടെ പ്രോബ്ലത്തിൽ നിങ്ങൾ കണ്ടു ഏതാണ് കൂടുതൽ കുറവ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കുകയാണ്. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ, എ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ for a photoelectron emitted from the surface illuminated by a light of wavelength 6630 angstrom is 0.42 volt. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു ഈ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. ഇഫ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് x ഇൻറ്റു 10⁻30 വെർ x ഈസ് നിയർ ടു. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താ, അപ്പം മിനിമം എനർജിയാണ്. അതായത് എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പ്ലസ് ത്രഷോൾഡ് കൂട്ടിയാൽ എത്ര കിട്ടണം, എൻ്റെ ഈ ഒരു സാധനത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇക്വേഷൻ എഴുതാം, H ന്യൂ ഈക്വൽ ടു 50 പ്ലസ് കൈനറ്റിക് എനർജി. നൗ ദിസ് ഈസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ λ ഈക്വൽ ടു HC ഡിവൈഡ് ബൈ λ0 പ്ലസ് കൈനറ്റിക് എനർജി അറിയില്ല, പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് ഇറ്റ്സ് 0.42 വോൾട്ടാണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്താണ്. ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും, ബട്ട് നോ പ്രോബ്ലം. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.42. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ് കിട്ടുക, എൻ്റെ HCയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. HC ബൈ λ ഇവിടെ നോക്കിക്കേ, HC ഡിവൈഡ് ബൈ 6630 ചെയ്യണം. പിന്നെ HC ഡിവൈഡ് ബൈ λ0 ഉണ്ട്. λ0 എത്രയെന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്, അതാണ് എനിക്ക് കാണേണ്ടത്. വിച്ച് മീൻസ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈ HC ഡിവൈഡ് ബൈ λ 6630 എത്രയുടെ കിട്ടുക, ഇത് നേരെ നമുക്ക് മൾട്ടിപ്ലൈ ആവുന്നതേ ഉള്ളൂ. ഇത് 3ൻ്റെ ഫാക്ടറാണ്, ഇത് 8ൻ്റെ ഫാക്ടറാണ്. 3 × 10⁸ ആണ് എൻ്റെ C. പിന്നെ 8.6ഉം വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദിസ് വിൽ ബി ഈക്വൽ ടു നിയർലി 1.87 ആണ് കിട്ടുക. മൈനസ് ഇവിടെ നോക്കിക്കേ, 1.87 മൈനസ് 0.42 ഈക്വൽ ടു H ന്യൂ 0, അതായത് HC ഡിവൈഡ് ബൈ λ. പക്ഷേ എനിക്ക് അങ്ങനെ കാണണമെന്നില്ല, കാരണം x × 10⁻13 എന്നുള്ളതാണ് ഫ്രീക്വൻസിയാണ് തന്നത്.
അപ്പോൾ എച്ച് ന്യൂ സീറോ എന്ന് തന്നെ എഴുതാം, എച്ച് ന്യൂ സീറോ. സോ വിച്ച് മീൻസ് എച്ച് ന്യൂ സീറോ ഈക്വൽ ടു വാട്ട്? എച്ച് ന്യൂ സീറോ ഇസ് ഈക്വൽ ടു 1.87 minus 0.42. ന്യൂ സീറോ ഇസ് ഈക്വൽ ടു 1.87 minus 42 into 1.87 minus 0.42 ഡിവൈഡഡ് ബൈ എച്ച് എന്നുണ്ടാകും. അതായത് 6.63 ഇൻറ്റു 10⁻⁻34 എന്നുണ്ടാകും. ഇത്രയും എണ്ണത്തിന് എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ 1.6 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിനെ ഇതിലേക്ക് മാറ്റണം. 1.6 ഇൻറ്റു 10⁻19 ഉണ്ടാകും. അപ്രോക്സിമേറ്റ്ലി ഇവിടെ പവർ മാറിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? 10⁻−19ഉം 34ഉം ആണ്. അപ്പോൾ 20 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1, പിന്നെ 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ 14, അപ്പോൾ 15 ഉണ്ടാകും. 10⁻- ടോട്ടൽ 10 എത്ര ഉണ്ടാകും? 15 എന്നുണ്ടാകും. സോ 1.87ഉം 0.42 ഡിവൈഡ് ബൈ 6.63, അത് നമുക്ക് നിയർലി 35 എന്ന് കിട്ടും. 0.03 സംതിങ് ആണ് കിട്ടുക. പക്ഷേ പവർ മാറ്റുന്ന സമയത്ത് എനിക്ക് ഇൻറ്റു 10⁻³ എന്ന് കിട്ടിയിട്ടുണ്ട്. 35 ഇൻറ്റു 10⁻³. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് നോക്കുന്ന സമയത്ത് 10⁻13ലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 30യുടെ പവറിലേക്ക് എഴുതാനാണ്. വിച്ച് മീൻസ് കറക്റ്റ് ആൻസർ വിൽ ബി നിയർലി ഈക്വൽ ടു 35. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ചോദ്യം നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് സ്പീഡ് v and a photon moving with speed c have same de Broglie wavelength. Ratio of the kinetic energy of the electron to that of the photon. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് ചോദിച്ചത്. ഇത് ബേസിക്കലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒന്നുമല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നുള്ള ചോദ്യമാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ രണ്ടാളുകളെയും എന്ത് സെയിമാന്ന് പറഞ്ഞിട്ടുണ്ട്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് സെയിമാന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് de Broglie wavelength of the electron is equal to de Broglie wavelength of the photon. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. de Broglie wavelength of the electron എന്താ? h divided by momentum of the electron equal to h divided by momentum of the photon. Now what is the momentum of the photon? അത് നേരത്തെ നമ്മൾ കണ്ടു. momentum of the photon എന്ന് പറയുന്നത് e divided by c ആണ്. what is the momentum of the electron? ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ആണ് കാണുന്നത്. നേരത്തെ പോലെ തന്നെ ഇത്തിരി ടാസ്കുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിന് മാസ് ഉണ്ട്. സോ നേരത്തെ ആ ഇക്വേഷനൊക്കെ അതേപടി ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ മൈ മൊമെൻറ്റം ഓഫ് ദി ഫോട്ടോൺ കിട്ടിയല്ലോ. ഇനി ഞാൻ റിലേഷൻ നോക്കുകയാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് ദി ഫോട്ടോൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുകയാണ്. എന്താ വരിക? അതിൻ്റെ മാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2 into m into ke is equal to root 2m ke ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ ഓഫ് ദി ഫോട്ടോൺ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്ന് കിട്ടൂലേ. അതായത് ഇ ഇസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നൗ ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ കെ ഡിവൈഡഡ് ബൈ, ഞാൻ നേരെ റൂട്ട് എടുക്കുകയാണ്. സോ കെ ഡിവൈഡഡ് ബൈ കെ ഇ ഡിവൈഡ് ബൈ E is equal to E divided by C square into 1 divided by 2m. വേറെ ഒന്നുമല്ല, ഇതിനെ നേരെ എന്ത് ചെയ്തു? ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി എന്താ E ഡിവൈഡ് ബൈ സി എന്താ വരിക? E ബൈ സി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഓൾറെഡി കണ്ടു. ദാറ്റ്സ് എ മൊമെൻറ്റം ഓഫ് ദി ഫോട്ടോൺ. E ബൈ സി എന്ന് വെച്ചാൽ മൊമെൻറ്റം ഓഫ് ദി ഫോട്ടോൺ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു P ഓഫ് ദി ഫോട്ടോൺ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 divided by 2m എന്ന് കിട്ടും. This will be equal to P of the electron divided by C into 1 divided by 2m എന്ന് കിട്ടും. Now this is equal to what is my P of the electron? P of the electron എന്ന് വെച്ചാൽ എൻ്റെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ആണ്. അതെന്താ? എം വി ആണ്. സോ എം വി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1/2m എന്ന് കിട്ടും. ദിസ് വിൽ ബി ഈക്വൽ ടു എം ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് എന്താ? വി ഡിവൈഡ് ബൈ 2c എന്ന് കിട്ടും. അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജി ടു ദാറ്റ് ഓഫ് ദി ഫോട്ടോൺ. റേഷ്യോ ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് ദി ഫോട്ടോൺ. അതല്ലേ കണ്ടത്? കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ കെ ഇ, കൈനറ്റിക് എനർജി ഓഫ് ദി മറ്റേ ഫോട്ടോണിൻ്റെ എന്താ? ഫോട്ടോണിൻ്റെത് ഇ ബൈ സി ആണ്. സോ അതും ചെയ്തു. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ 2c, വിച്ച് മീൻസ് ഓപ്ഷൻ
C is the correct answer. Okay അല്ലേ? So now the next question. അടുത്ത ചോദ്യം നോക്കാം. Here is the next question. A given figure shows few data points in a photoelectric effect experiment for a certain metal. Minimum energy for ejection of the electron from its surface is. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മിനിമം എനർജി ഓഫ് ദി ഇജക്ഷൻ. ആ മിനിമം എനർജി ഓഫ് ദി ഇജക്ഷൻ എന്ന് ചോദിച്ചാൽ അതെന്താ ചോദിച്ചിട്ടുള്ളത്? ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ, അതാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ എക്സ്പ്രഷൻ ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ് ടു 5 ഇവിടെ വരെ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒന്നും കിട്ടുന്നില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ എനർജി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അവിടെ യാതൊരുവിധ എനർജി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ 5-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഇലക്ട്രോൺ എന്ത് ചെയ്ത് തുടങ്ങുന്നുള്ളൂ, മൂവ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ എന്നർത്ഥം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് മിനിമം എനർജി ഓഫ് ദി ഇജക്ഷൻ ആണ്. വിച്ച് മീൻസ് എൻ്റെ എന്ത് കാണണം? ഐ ഹാവ് ടു ഫൈൻഡ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഐ ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഫംഗ്ഷൻ. 5 ആണ് എനിക്ക് കാണേണ്ടത്. സോ 5 കാണണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? എച്ച് ന്യൂ ഈക്വൽ ടു ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി, അതായത് ഇ വി. ഇങ്ങനെ എഴുതാനായിട്ട് പറ്റൂലേ? ഇനി നോക്കിക്കേ, ഇ വി യൂസ് ചെയ്യാൻ കാരണം ഇവിടെ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യലുകൾ തന്നിട്ടുണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ അറിയില്ല അത് എത്രയെന്നുള്ളത്. 0 ആണ് ഇവിടെ 0. ഇവിടെ 5.5-ലും പൊട്ടൻഷ്യൽ 0 ആണ് തന്നിട്ടുണ്ട്. ബട്ട് 6-ൽ വി ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഗ്രാഫ് ശരിക്കും ഇത് കുറച്ചുകൂടെ സ്ലീപ്പായിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇക്വേഷൻ പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു 5 പ്ലസ് ഇ ഇൻറ്റു വി ആണ്. ഞാൻ 2 പോയിന്റുകൾ എടുക്കുകയാണ്. അറ്റ് ദ പോയിന്റ് ബി. പോയിന്റ് ബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അറ്റ് പോയിന്റ് ബിയിൽ എൻ്റെ വി എന്താണ്? വി 0 ആണ്. വി 0 ആണ് എന്നുണ്ടെങ്കിൽ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് ന്യൂ ഈക്വൽ ടു 5 എന്ന് വരൂലേ. നൗ 5 എന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ട എൻ്റെ ഇലക്ട്രോൺ എൻ്റെ വർക്ക് ഫംഗ്ഷൻ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയെന്നറിയാം നമുക്ക്? ഇ വി ആണെന്നുള്ളത് എനിക്കറിയാം. അതായത് എൻ്റെ വർക്ക് ഫംഗ്ഷൻ ആണെന്നുള്ളത് അറിയാം. സോ ആ വർക്ക് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് തന്നിട്ടുള്ളത് നോക്കിയാൽ പോരെ? 5.5-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ 5 ഇസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.62 ഇൻറ്റു 10⁻34 ഇൻറ്റു 5.5 ഇൻറ്റു 10⁻14 ആണ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഇതാ ഇവിടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 1.6 ഇൻറ്റു 10⁻19. ക്ലിയർ? ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെ 5.5 ഇൻറ്റു 10 ഇവിടെ 34 ഉണ്ട്, 90 ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ നേരത്തെ പോലെ 15 കിട്ടും. ഇവിടെ 14 ഉണ്ട്. 15 ആണെങ്കിൽ 10⁻1 എന്നുണ്ടാകും. ബാക്കി 6.62 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 1.6 നിയർലി 2.27 ഇലക്ട്രോൺ വോൾട്ട് എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? 2.27 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം കൂടെ ചെയ്താൽ ഏകദേശം ഈ ടൈപ്പ് ഭാഗത്തു നിന്നുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്കായി. ഈ ലാസ്റ്റ് 2 ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. A stopping potential V0 as a function of the frequency for sodium emitter is as shown in figure. Work function of the sodium from the data plot will be equal to. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, V0 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ കണ്ട സെയിം കണ്ടാൽ മതി. അതായത് കറസ്പോണ്ടിങ് 0 ആകുന്ന സമയത്ത് എൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻34 ഇൻറ്റു ഫ്രീക്വൻസി എത്ര ഇവിടെ കറസ്പോണ്ടിങ് 4 ആണ്. 4 ഇൻറ്റു 10⁻14 എന്നുണ്ടാകും. ആൻസർ എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലുള്ളത്. സോ ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10⁻19. സിമ്പിൾ. അപ്പോൾ നേരത്തെ അതേപോലെ ഇവിടെ ഇത് ചെയ്താൽ -15 വരും. 14. സോ 10⁻1 ബാക്കി ഉണ്ടാകും.
സോ 6.6 ഇതിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം 4/1.6 അതിനെങ്ങനെ ക്യാൻസൽ ചെയ്യാം 4/1.6 വേണമെങ്കിൽ 6.6/4 എഴുതാനായിട്ട് പറ്റും വിച്ച് മീൻസ് 1.66 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഡുവൽ നേച്ചർ എന്നുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഡുവൽ നേച്ചറിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസി ആ വക ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കമ്പയർ ചെയ്യാണ് ഗ്രാഫിക്കൽ ടൈപ്പ് എന്ന് ഡാറ്റകൾ എടുത്ത് കാണാനുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ നിങ്ങൾ ഡുവൽ നേച്ചറിൽ പഠിക്കേണ്ടത്. കാരണം ഡുവൽ നേച്ചർ നിങ്ങൾക്കറിയാം ഒരു ചെറിയ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. അതിൻ്റെ JEE എക്സ്റ്റൻഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു 3 കാര്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേയധികം കാര്യങ്ങൾ അതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിവേ എല്ലാവരും സെഷൻ 2-നൊക്കെ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ്റെ പ്രാക്ടീസ് ലൈബ്രറി, അതായത് സെപ്പറേറ്റ് ആയിട്ട് ജീനിയസിൻ്റെ ബണ്ടിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്ഡേറ്റുമായിട്ട് നാളെയും മറ്റന്നാളൊക്കെ ചാനലിൽ വരുന്നതാണ്. എനിവേ കീപ്പ് ഓൺ ട്രൈയിങ്. എന്തായാലും നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.